ഏതൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴും എന്തായാലും ഇനീഷ്യലി കുറച്ച് ചലഞ്ചസ് എല്ലാവരും ഫേസ് ചെയ്യുന്നുണ്ടാവും. നിങ്ങളുടെ കേസിൽ നിങ്ങളിപ്പോൾ പറഞ്ഞു ഓൾറെഡി ഒരു കമ്മ്യൂണിറ്റീനെ ബിൽഡ് ചെയ്യാനും ഒരു ട്രസ്റ്റ് ഗെയിൻ ചെയ്യാനൊക്കെ പറ്റിയിട്ടുണ്ട്. എന്നാലും ഇപ്പം ആലോചിക്കുന്ന സമയത്ത് എന്തായിരുന്നു ഒരു മേജർ ചലഞ്ചസ് ഉണ്ടായിരുന്നത്? സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ചലഞ്ച് എന്ന് പറയാനായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഉണ്ടായിരുന്നില്ല. യൂട്യൂബ് ചാനൽ തുടങ്ങി നമുക്കങ്ങനെ ഒരുപാട് ലീഡ്സ് ജനറേറ്റ് ആകുമായിരുന്നു. അത് നമ്മൾ ഓൾറെഡി ദേവിക വർക്ക് ചെയ്യുന്ന കോളേജിൽ നമ്മൾ റെഫർ ചെയ്യുമ്പോൾ നമുക്ക് റെഫറൽ കമ്മീഷൻ എന്നൊക്കെ പറഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പെർസെൻറ്റേജ് ആണ് നമ്മൾ ഡെസ്മ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് എടുത്തിരിക്കുന്നത്. പിന്നെ ഗ്രാജുവലി റവന്യൂ വരുന്നത് കൊണ്ടാണ് നമ്മൾ, അപ്പോൾ റവന്യൂ വൈസ് നമ്മൾക്ക് ഉണ്ടായിരുന്നില്ല. പക്ഷേ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് 3 പേരാണ് ഉണ്ടായിരുന്നത്. ഞാൻ വർക്കിംഗ് ആയിരുന്നെങ്കിലും ഞാൻ സപ്പോർട്ട് ചെയ്യുമായിരുന്നു. ദേവിക ഡോക്യുമെൻറ്റേഷൻ്റെ ഒരു മേജർ പാർട്ട് ആൻഡ് സെയിൽസ് ചെയ്യുമായിരുന്നു. എൻ്റെ ബ്രദറിൻ്റെ വൈഫ് ഗ്രീഷ്മ ഞങ്ങളുടെ ഡോക്യുമെൻറ്റേഷന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുമായിരുന്നു. സോ ഞങ്ങൾ 3 പേരും വർക്ക് ചെയ്യുമ്പോൾ ഫാമിലിയിലുള്ള ആൾക്കാർ തന്നെയാണ്. അപ്പോൾ നമ്മൾ ക്ലയൻസിന് കൊടുത്തിരുന്ന ഒരു ലെവൽ ഓഫ് സർവീസ് ക്വാളിറ്റി ഉണ്ട്. അപ്പോൾ നമ്മൾ 24 hours അവൈലബിൾ ആണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് നിന്ന് നമ്മൾ ഗ്രാജുവലി ഡെവലപ്പ് ചെയ്ത് വരുമ്പോൾ ആ ഒരു ക്വാളിറ്റി പോവാതെ അത് ക്യാരി ഫോർവേഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ടീമിനെ ബിൽഡ് ചെയ്യുക എന്നുള്ളതൊരു ചലഞ്ചായിരുന്നു. അപ്പോൾ അതിന് നമുക്ക് റിക്രൂട്ട്മെൻറ്റ് വളരെ സ്ക്രൂട്ടനൈസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്തിരുന്നത്. നമ്മുടെ ആ കൾച്ചർ പാസ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ആൾക്കാരെയാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. ഇന്നും നമ്മുടെ ഗൂഗിൾ റിവ്യൂസ് എടുത്ത് നോക്കിയാൽ കാണാം, കാൻഡിഡേറ്റ്സ് എല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്യുന്ന നമ്മുടെ സ്റ്റാഫിൻ്റെ പേരെടുത്ത് പറഞ്ഞിട്ടാണ്. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു കൾച്ചർ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട്.